16 പടം യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ട അനുഭവിച്ചതിനെ കുറിച്ചാണ്. യേശു വലിയ വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തു. എല്ലാവരും യേശുവിൻ്റെ കൂടെ പോയാരും. എൻ്റെ എല്ലാ ദുഷ്ടന്മാര് യേശുവിനെ നിന്ദിച്ചാരും. കാരണം നിങ്ങൾക്കൊക്കെ പാവികളെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടപ്പെടുവാൻ കാണി. നേതാക്കന്മാർക്കും വലിയ വലിയ ആൾക്കാർക്കും യേശുവിൻ്റെ കൂടെ അവർക്ക് അസുഖം ഉണ്ടാകത്ത. അവരെല്ലാവരും യേശുവിനെ പിടിച്ചാരും, അടിച്ചാരും. അവനെതിരായി അവർ കള്ളം പറയുകയും അവനെ നാണം കെടുത്തുകയും ചെയ്തു തരും. തിലേമ്പെ അവർ മുള്ളുകൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കി തരും. യേശുവിനെല്ലാം അനുഭവിക്കണതിൻ്റെ തെയ്യത്തിന് വലിയ പദ്ധതിയായി എന്താ അവൻ കൊണ്ട് യേശു അവരോട് കൊണ്ടും പറയാൻ പോകാൻ കാണും. എൻ്റെ 17 പടം യേശു കർത്താവിനെ ക്രൂശിപ്പം കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. അവ ചായൻ്റെ വരെ അവനെല്ലാം യേശുവിനെ അവർ ക്രൂശിച്ചാരും. ഈ 2 കള്ളന്മാരെയും അവനെ വലത്തും ഇടത്തും കൂടി ക്രൂശിച്ചാരും. യേശു ഒരു തെറ്റും ചെയ്യാത്തതിനാൻ്റെ എൻ്റെല്ല നമ്മ പാപത്തെങ്ക് പോണ്ടിയാൻ്റെ യേശു മരിച്ചായി. പാപത്തിന് ശമ്പളമായി നാം എല്ലാവരും ചാകേണ്ടവരായെന്താ എൻ്റെല്ല നാം സഹിക്കേണ്ട, നാം വേദനിക്കേണ്ട എല്ലാ ശിക്ഷയും യേശു അവൻ സ്വീകരിച്ച. യഥാർത്ഥമായി നാം എല്ലാ പാവങ്ങളെ ഏറ്റുപറഞ്ഞല്ല ദൈവം നമ്മെ അവൽ നിന്ന് വിടുവിക്കും. പരിപൂർണമായി നമ്മുടെ ഹൃദയം തുറന്നു യേശുവെ നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ല തെയ്യം നമ്മെ അവൻ രക്ഷിക്കും. 18 പടം യേശു കർത്താവ് ജീവിതത്തിലേക്ക് മടങ്ങുവതിനെ കുറിച്ചാണ്. യേശുവിനെ എതിരാളികൾ വിചാരിച്ച് യേശുവിനെ നാം നശിപ്പിച്ചോ എന്ന് സന്തോഷിച്ചായിരുന്നു. എൻ്റെ അവർക്ക് അവൻ സാധിപ്പം കാണി. യേശുവിനെ കൊണ്ട ശേഷം അവനെ ശിഷ്യന്മാർ വന്നു കാഞ്ചു അവനെ കല്ലറയിൽ വെച്ചായിരുന്നു. അവനെ വാതിൽക്ക് ഒരു വലിയൊരു കല്ല് വെച്ചും കാഞ്ചു ആ കല്ല് അടച്ചായിരുന്നു. 3-ാമത്തെ ദിവസം യേശു ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്ന. ചില മൊട്ടത്തിമാരോ ആ കല്ലറയ്ക്ക് അടുത്തേക്ക് വന്നാക്കോ കല്ലറ തുറന്നുള്ളതിനെ കാണുവിടേത്തുണ്ട്. അവൻ മരണത്തിൽ നിന്ന് രണ്ടാമത് ജനിച്ചതിൻ്റെ അവർ മനസ്സിലാക്കുവിടേത്തുന്നു. എൻ്റെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്ത്യം ജീവിക്കുന്നു. അവൻ വാദനയും മരണത്തെയും തോൽപ്പിപ്പിടേത്തുന്നു. 19 പടം തോമസ് യേശുവിനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുവാനിടയെത്തുന്നത്. അവരോടൊക്കെ സംസാരിക്കുകയും അവരുടെ കൂടെ കഞ്ഞി കുടിക്കുകയും ചെയ്ത എൻ്റെ തോമസ് എന്ന് പറഞ്ഞ ശിഷ്യങ്കു യേശു കർത്താവ് വീണ്ടും ജനിച്ചതിൻ്റെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവന് കയ്യിലുള്ള തുളയിൽ ഞാൻ തൊടാതെ വിശ്വസിക്കേണ്ടി പറഞ്ഞ ആണെ തോമസ് എന്താ മുറിയിലേക്ക് യേശു കർത്താവ് കടന്നു വന്നായി. ആണെ അവന് സംശയം മാറി അവൻ യേശുവിൽ നല്ല വിശ്വാസമുള്ള എത്തിയത്. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവർ എൻ്റെ യേശു കർത്താവ് തോമസിനോട് പറഞ്ഞു. 20 പടം യേശു കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോന്നതിനെ കുറിച്ചാണ് പറയണ്ടേ. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എല്ലാവർക്കും യേശുവിനെ കാണുവിടയെത്തുന്നത്. ഞാൻ ജീവനോടുള്ള എൻ്റെ അവൻ തെളിയിച്ച ഭൂമിയിലുള്ള തന്നെ ഏൽപ്പിച്ച വേല ചെയ്ത ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയിടയെത്തുന്നത്. എൻ്റെ യേശു തൻ്റെ ശിഷ്യന്മാരോടൊക്കെ ഇവനെക്കുറിച്ച് എന്നെക്കുറിച്ച് എല്ലായിടത്തും നിങ്ങൾ പോയി പറയണെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ നോക്കി നിൽക്കേണ്ടത് താനെ യേശു സ്വർഗത്തിലേക്ക് പോയനെ അവർ കണ്ണുകൊണ്ട് കാണുവിടയെത്തുന്നു. ചില തെയ്യത്തിൻ്റെ ദൂതന്മാർ അവരടുത്തേക്ക് കടന്നു വന്ന യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയ താനെ അവൻ പിന്നെയും തിരിച്ചു വരുമെന്ന് ദൂതന്മാര് ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ പോയായി കൂടെ അവനെ കൂടെ നടക്കുകയും അവനെ തോയിൻ്റെർക്കും വേണ്ടി നല്ലൊരു സ്ഥലം ഒരുക്കി കൊടുപ്പം വേണ്ടി അവൻ്റെ അങ്ങ് പോയായി. സ്നേഹിത, നീ എന്തെന്നെ പറയണ്ടേ? നീ അവനെ വിശ്വസിക്കണ്ടയോ? നീ അവനെ അനുസരിക്കണ്ടയോ? അവൻ എതിരേൽപ്പം വേണ്ടി നീ ഒരുങ്ങിയുള്ളയോ? 21 പടം യേശു ഇല്ലാത്ത കുരിശിനെ കുറിച്ചാണ് നാം പഠിക്കണ്ടേ. യേശു എനത്തങ്ങ് വേണ്ടി അതിൻ്റെ ക്രൂശിൽ മരിച്ചായി. പാപികൾക്ക് പാവമില്ലാതെ ജീവിക്കാൻ വേണ്ടി യേശു ചത്ത. എൻ്റെ യേശു പാവം ചെയ്യുവാൻ കാണി. പാവമില്ലാത്ത തെയ്യത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ചാവയുടെ ക്രൂശ് നമ്മെ ഓർപ്പിക്കണ്ടേ. യേശു നമ്മെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കൂ എന്നുള്ളതാണ്. പാപത്തിൽ നാം പിന്തിരിഞ്ഞു യേശുവിലേക്ക് വിശ്വസിക്കുമ്പോൾ തെയ്യം നമ്മെ പാപത്തിൽ നമ്മെ വിടുവിപ്പെടേ. ഇവൻ കൊണ്ട് നാം തെയ്യത്തിന് കുടുംബത്തിലേക്ക് നാം പോൻ്റെയാൻ്റെ അവൻ അധികാരം. 22 പടം ഇരാണ്ട് പെരുവായിനെ കുറിച്ചാണ്ട് പറയണ്ടേ. ജീവിതത്തിൽ നമുക്ക് ഇരാണ്ട് വഴിയുള്ള എൻ്റെ പെരായിക്കു അവസാനം രണ്ടുക്കും ഓരോ ലക്ഷ്യം. യേശുവിനെ അറിയാതെ നടക്കേണ്ട ഒരു വലിയ വിശാലമായ പെരായിലൂടെ അവർ നടക്കേണ്ടി വരും. അവൻ അവസാനം പറഞ്ഞാൽ ഏറ്റവും അധികം നാശത്തിലേക്കാണ് അവർ പോകണ്ടായി. നിത്യമായ നരകം എന്താണ് അവന് ശിക്ഷ. എൻ്റെ നാം ജനിച്ചൊക്കെ താനെ
നാം പാപികളായ എന്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കർമ്മത്തെങ്കിലും നമുക്ക് നീതി പ്രവൃത്തി കൊണ്ടോ നമുക്ക് ആടെ എത്തുവാൻ കഴിയുക. എൻ്റെ ഇടുക്കുള്ള പെരായി നമ്മൾ ക്ഷമയോടെയും അവന് സമാധാനത്തിനുള്ള വഴിയായി അവൻ തെയ്യം വസിക്കിൻ്റെ സ്വർഗമെൻ്റെ സ്ഥലത്തേക്ക് നമ്മെ നയിക്കിൻ്റെ. എൻ്റെ ആടേക്ക് പോവാ നാം പാപത്തിൽ നിന്ന് പൂർണ്ണമായി നാം മാറി ഇളയ്ക്കണം. തെയ്യത്തിൽ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശു പറഞ്ഞ ഞാൻ വാതിലാൻ്റെ എന്നിലൂടെ കടക്കിൻ്റെ മാത്രമേ എന്നിലേക്ക് കടക്കുവാൻ കഴിയൂ. എൻ്റെ ഇടുക്കമുള്ള ഈ വാതിലിലൂടെ കടക്കിൻ്റെവർക്ക് ഒരിക്കലും ഇത് ഉണ്ടാകാം. കാരണം അവരുടെ പാപമെല്ലാം യേശു കർത്താവ് കാൽവറിയിലെ യാഗത്തിന് അർപ്പിപ്പാനിടയെത്തുന്നത്. എൻ്റെ സ്നേഹിത, നിനക്ക് യേശുവിനെ നിനക്ക് പിൻപറ്റുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അവനോട് പ്രാർത്ഥിക്കണം. നീ മനസ്സിലാക്കണം, തെയ്യമേ നീ എന്നെ പാപത്തിന് വേണ്ടി മരിച്ചുണ്ട്, ഞാൻ എന്നെ ഹൃദയം കൊണ്ട് ഞാൻ ഏറ്റുപറയണ്ടേ. ഏക്ക് മാപ്പ് തരണമേ, എന്നെ പാപത്തിൽ നിന്ന് നീ എന്നെ കഴുകണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. ഞാൻ യേശുവിന് കൂടെ നടന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ മരണശേഷം യേശുവിന് കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കണ്ടേ. സ്നേഹിത, നിങ്ങ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നിങ്ങ തെയ്യത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തല്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. ഏറ്റവും നല്ല സന്തോഷവും ഏറ്റവും നല്ല സമാധാനവും നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. തെയ്യം നമ്മ ചിന്തനെയും നമ്മുടെ എഴുന്നേൽപ്പിനെയും എല്ലാം തെയ്യം നമ്മ ദൂരത്തുനിന്ന് അറിയേണ്ട തെയ്യായി.